ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം. ഞാൻ നേരത്തെ കോളിഫ്ലവർ ഇളം ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ടിരുന്നു, അതിലെ അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ആ ഇളം ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത കോളിഫ്ലവർ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരു 3 മിനിറ്റോളം വേവിക്കാനായിട്ട് വെക്കാനാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് അധികം വേവില്ലാത്തതാണ്, അതുകൊണ്ട് ഒരു 3-4 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതിയാകും. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് 2 മുട്ട ഇതിലേക്ക് ആവശ്യമുണ്ട്. 2 മുട്ട നമ്മൾ എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് മുട്ടയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു പാനിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു അല്പം ബട്ടർ മതി. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആവുന്നിടം വരെ നമുക്ക് നോക്കാം. ഇതിൽ ബട്ടർ ചേർക്കുന്നത് ശരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർക്കാം. അതിനുശേഷം ഒരല്പം എണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഈ ബട്ടറും വെളുത്തുള്ളിയും കൂടെ മിക്സായിട്ട് വരുമ്പോഴത്തേക്കും അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണം സൂപ്പറാണ്. നല്ല രസമാണ്. മണം ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം ഒരു സവോള ആഡ് ചെയ്ത് കൊടുക്കുക. വലിയതാണെങ്കിൽ 1/2 മുറി മതി. ചെറുതാണെങ്കിൽ ഒരെണ്ണം ഫുള്ള് ഇട്ടാൽ നല്ലതായിരിക്കും. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇടുന്നത് പെട്ടെന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അധികം മസാലകളൊന്നും ചേർക്കാത്തൊരു ഡിഷാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ശരിക്കും ഹെൽത്തി ആയിട്ടൊരു ടിപ്പാണിത്. അതിനുശേഷം ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം. അതായത് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ മിക്സ്ചറിൽ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 മുട്ടയുടെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഈ മുട്ടയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും കോളിഫ്ലവറും മുട്ടയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണിത്. അധികം മസാലകളില്ല, മുളക് പൊടി അധികം ചേർക്കുന്നില്ല. എല്ലാം കൊണ്ടും നല്ലൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. താങ്ക്സ് ഫോർ വാച്ചിങ്.